ഞാൻ ചെറിയൊരു കണക്കൂട്ട് നോക്കുമ്പോൾ 91 ലക്ഷമാണ് ചാറ്റ് GPT പറഞ്ഞ പ്രകാരം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ. 91 ലക്ഷം. 1 ലക്ഷം കൂട്ടുക. 1 ലക്ഷം മുസ്ലിങ്ങൾ 10 ലക്ഷം കൈവശമുള്ള ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരുമാണെന്ന് കൂട്ടുക. അവരുടെ സക്കാത്ത് ഒരു വർഷത്തെ മാത്രം കണക്കൂട്ട് നോക്കുമ്പോൾ 2500 കോടി ഉണ്ടാവും. 2500 കോടി ഒരു വർഷത്തായി പറയുന്നത്. ഇതൊക്കെ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്ത കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? 10,000 സ്ത്രീകൾ 50 പവൻ കൈവശമുള്ള, ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന 50 പവൻ കൈവശമുള്ള സ്ത്രീകൾ ഇത്ര 750 കോടി എങ്ങാണ്ടാണ് അതിന്റെ സക്കാത്തായിട്ട് വരുന്നത്. ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതേ, സംഘടിത സംവിധാനങ്ങൾ വിശ്വാസയോഗ്യമായും കാര്യക്ഷമമായും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നില്ല കൃത്യമായി എന്ന വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നുണ്ട്. സക്കാത്ത് കൊടുത്ത് ശരിയാവില്ല എന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഇത് പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ഇത് വ്യവസ്ഥാപിതമായി ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള തന്റെ വ്യക്തിപരമായ അധ്വാനത്തിലൂടെ തന്നെ നടക്കണം എന്നതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഇതിനില്ലാത്തത് കൊണ്ട് മാത്രം സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നില്ല, എന്ന ആരാധന നടക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ച സൽഫലങ്ങൾ നടക്കുന്നില്ല.